ലോകം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീതിജനകമായ യുദ്ധങ്ങളിൽ ഒന്നാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ. കഴിഞ്ഞ 2 മാസമായി തുടരുന്ന ഈ സംഘർഷം വെറും ഒരു അതിർത്തി തർക്കമോ പെട്ടെന്നുണ്ടായ പ്രകോപനമോ അല്ല. മറിച്ച് വർഷങ്ങളായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മെനഞ്ഞെടുത്ത തന്ത്രങ്ങളുടെ പരിസമാപ്തിയാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി. സ്റ്റീഫൻ കോൾബർട്ട് ഷോയിൽ അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിലുകൾ വാഷിംഗ്ടണിലും മിഡിൽ ഈസ്റ്റിലും വലിയ രാഷ്ട്രീയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജോൺ കെറിയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഇറാനെ സൈനികമായി നേരിടുക എന്നത് നെതന്യാഹുവിന്റെ ഒരു അജണ്ടയായിരുന്നു. ഇതിനായി കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ അമേരിക്ക ഭരിച്ച 3 പ്രസിഡന്റുമാരെ അദ്ദേഹം സ്വാധീനിക്കാൻ ശ്രമിച്ചു. ജോർജ് W. ബുഷ്, ബറാക് ഒബാമ, ജോ ബൈഡൻ എന്നിവരോടെല്ലാം ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം നടത്തണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. ഒബാമ ഭരണകൂടത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കെറി സാക്ഷ്യപ്പെടുത്തുന്നത് നെതന്യാഹുവിന്റെ സമ്മർദ്ദം അന്ന് അസഹനീയമായിരുന്നു എന്നാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ മുൻനിർത്തി അവരെ ആക്രമിക്കണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പക്ഷം. എന്നാൽ യുദ്ധം ഒരു പരിഹാരമല്ലെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാന്റെ ആണവശേഷിയെ നിയന്ത്രിക്കാമെന്നുമായിരുന്നു ഒബാമയുടെയും കെറിയുടെയും നിലപാട്. ഇതിന്റെ ഫലമായാണ് 2015 ചരിത്രപ്രധാനമായ ഇറാൻ ആണവ കരാർ രൂപപ്പെട്ടത്. എന്നാൽ അന്നു മുതൽ ഈ കരാറിനെ തകർക്കാൻ നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരുന്നു. ജോൺ കെറിയുടെ വാക്കുകളിൽ ബുഷും ഒബാമയും ബൈഡനും ഒരുപോലെ നെതന്യാഹുവിനോട് നോ എന്ന് പറഞ്ഞു. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയായിരുന്നു. ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അത് പശ്ചിമേഷ്യ മുഴുവൻ അഗ്നിക്കിരയാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് തടയപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കും. യുദ്ധത്തിന് മുൻപ് എല്ലാ നയതന്ത്ര വഴികളും പരീക്ഷിക്കപ്പെടണമെന്ന ജനാധിപത്യപരമായ നിലപാടാണ് ഇവർ 3 പേരും സ്വീകരിച്ചത്. എന്നാൽ നെതന്യാഹു തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്റെ അടുത്ത ലക്ഷ്യത്തിനായി കാത്തിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ നെതന്യാഹുവിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് അവസാനിച്ചു. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന വളരെ ലളിതമായ കാര്യമാണെന്ന് അദ്ദേഹം ട്രംപിനെ വിശ്വസിപ്പിച്ചു. 2026 ഫെബ്രുവരി 11 നടന്ന അതിസങ്കീർണമായ ചർച്ചയിലാണ് ഇറാനെതിരായ സൈനിക നീക്കത്തിന് ട്രംപ് പച്ചക്കൊടി കാട്ടിയതെന്ന് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് പ്രസിഡന്റുമാർ കാണാത്ത എന്ത് സാധ്യതയാണ് ട്രംപ് കണ്ടതെന്നത് ഇന്നും ദുരൂഹമാണ്. പക്ഷേ നെതന്യാഹുവിന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ട്രംപ് വഴങ്ങി. ഇറാനെ തകർത്താൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരില്ലാത്ത ആധിപത്യം ലഭിക്കുമെന്ന വ്യാമോഹമാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത്. യുദ്ധം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ നെതന്യാഹു പറഞ്ഞതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഇറാൻ നൽകുന്ന തിരിച്ചടി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ശക്തമായ പ്രതിരോധം തീർത്തു. യുദ്ധം നീണ്ടുപോകുന്നതിലും സൈനിക ചെലവ് വർദ്ധിക്കുന്നതിലും അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. നെതന്യാഹുവിന്റെ വാക്കുകേട്ട് യുദ്ധത്തിനിറങ്ങിയ ട്രംപ് ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ പ്രേരിപ്പിക്കാമെന്ന നെതന്യാഹുവിന്റെ പൊള്ളയായ വാഗ്ദാനം വിശ്വസിച്ച വാഷിംഗ്ടൺ ഇപ്പോൾ ഒരു ദീർഘകാല യുദ്ധത്തിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. 16 ദിവസമായി ഈ കരാർ തുടരുന്നുണ്ടെങ്കിലും അത് ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണുള്ളത്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ യുറേനിയം ശേഖരണവും കൈമാറണമെന്ന ട്രംപിന്റെ കർശനമായ ഡിമാൻഡാണ് പ്രധാന തടസ്സം. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അവർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ യുറേനിയം കൈമാറാൻ അവർ തയ്യാറല്ല. ഇതിനിടെ ഓപ്പറേഷൻ എക്കണോമിക് റേഞ്ച് എന്ന പേരിൽ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ട്രംപ് തുടരുന്നുമുണ്ട്. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇറാൻ ഇതിനെ സായുധമായി നേരിടാനാണ് ഭാവിക്കുന്നത്. കരയിലെ യുദ്ധത്തെക്കാൾ ഭയാനകമാണ് കടലിലെ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് 2 വിദേശ കപ്പലുകൾ പിടിച്ചെടുത്തത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു. വൈറ്റ് ഹൗസ് ഇതിനെ കടൽക്കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിന് മറുപടിയായി US നേവി ഇറാൻ തുറമുഖങ്ങളിലേക്ക് കടുത്ത ഉപരോധവും ഏർപ്പെടുത്തി. ഏകദേശം 31 കപ്പലുകളെയാണ് ഇതുവരെ അമേരിക്കൻ സേന തടയുകയോ തിരിച്ചയക്കുകയോ ചെയ്തത്. ഈ ഉപരോധം മേഖലയിലെ ചരക്ക് നീക്കത്തെ പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ്. യുദ്ധം വഴിമുട്ടി നിൽക്കുന്നതിനിടയിലാണ് അമേരിക്കൻ നേവി സെക്രട്ടറി ജോൺ C. ഫെലൻ അപ്രതീക്ഷിതമായി രാജിവെച്ചത്. കപ്പൽ നിർമ്മാണ പദ്ധതികളിലെ തർക്കങ്ങളാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും യുദ്ധതന്ത്രങ്ങളിൽ വൈറ്റ് ഹൗസുമായി ഫെലനുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് രാജിക്ക് പിന്നിലെന്നും കരുതപ്പെടുന്നു. നിലവിൽ ഹാങ് കാവോ ആണ് ഈ പദവി താൽക്കാലികമായി വഹിക്കുന്നത്. സൈനിക നേതൃത്വത്തിലെ ഈ മാറ്റങ്ങൾ അമേരിക്കയുടെ യുദ്ധസന്നദ്ധതയെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന്റെ ഇടപെടലിനെ ലോകം ഉറ്റുനോക്കുന്നു. എന്നാൽ ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ഈ ചർച്ചകളെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമെന്നതും സംശയകരമാണ്. ജോൺ കെറിയുടെ വെളിപ്പെടുത്തലുകൾ ഒരു കാര്യം അടിവരയിടുന്നു. പശ്ചിമേഷ്യയിലെ ഇന്നത്തെ രക്തച്ചൊരിച്ചിലിന് പിന്നിൽ വർഷങ്ങളായുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. നെതന്യാഹുവിന്റെ യുദ്ധമോഹം ഒടുവിൽ അമേരിക്കയും ലോകത്തെയും ഒരു വലിയ ഗർത്തത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. സമാധാന ശ്രമങ്ങൾ വിജയിക്കണമെങ്കിൽ കേവലം വെടിനിർത്തലുകൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്.
ട്രംപ് ഭരണകൂടം തങ്ങളുടെ അമിത ആത്മവിശ്വാസം വെടിഞ്ഞ് നയതന്ത്ര ചർച്ചകൾക്ക് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ ജോൺ കെറി ഭയപ്പെട്ടതുപോലെ ഈ യുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറും. വരും ദിവസങ്ങളിലെ ചർച്ചകളും നീക്കങ്ങളും പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്നവയായിരിക്കും.